ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 38-ാമത്തെ മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത്. 38-ാമത്തെ ശ്ലോകം: പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥിവീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശ്ച ദാനവാൻ. പുനരപി അതിരൗദ്രേണ, വീണ്ടും ഞാൻ അതിരൗദ്രേണ, അതിഭയങ്കരമായിരിക്കുന്ന രൂപേണ പൃഥിവീതലേ, രൂപം ധരിച്ചുകൊണ്ട് ഭൂമിയിൽ അവതരിച്ച് ഹനിഷ്യാമി, ഞാൻ നിഗ്രഹിക്കുന്നുണ്ട്. ആരെ? വൈപ്രചിത്താൻ മഹാസുരാൻ, വിപ്രചിത്തിയുടെ പുത്രന്മാരായിട്ടുള്ള മഹാസുരാൻ, അസുരന്മാരെ ഞാൻ നിഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പറയുകയാണ്, ഈ ലോകത്തെ ദേവി കൈവിടില്ല. അമ്മ തന്നെയാണ് പ്രപഞ്ചമായി രൂപമെടുത്ത് വന്നിരിക്കുന്നതെന്ന് ദേവന്മാർ സ്തുതിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തെ അമ്മ കൈവിടില്ല. ഓരോരോ കാലഘട്ടങ്ങളിലുമുള്ള മഹാ അസുരന്മാരെ ദേവി ഏതേതു വിധത്തിൽ എങ്ങനെയൊക്കെയാണ് നിഗ്രഹിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന രൂപം എടുത്തുകൊണ്ടാവും വിപ്രചിത്തിയുടെ പുത്രന്മാരായ അസുരന്മാരെ ഞാൻ നിഗ്രഹിക്കുന്നത്. ഇനി അടുത്തത് 39-ാമത്തെ ശ്ലോകമാണ്. ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാ. ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ, ഞാൻ ആ ഉഗ്രന്മാരായിട്ടുള്ള മഹാപരാക്രമശാലികളായിട്ടുള്ള അവരെ വൈപ്രചിത്താൻ മഹാസുരാൻ, വിപ്രചിത്തിയുടെ പുത്രന്മാരായിട്ടുള്ള ഉഗ്രരായിട്ടുള്ള ഘോരന്മാരായിട്ടുള്ള മഹാസുരന്മാരെ ഭക്ഷയന്ത്യാശ്ച, ഭക്ഷിച്ചിട്ട് രക്താദന്ത ഭവിഷ്യന്തി, രക്താദന്ത ഭവിഷ്യന്തി, അതായത് രക്തവർണമായിട്ട് എൻ്റെ പല്ലുകളൊക്കെ രക്തവർണമായിട്ട് മാറും. എന്നിട്ടോ ദാഡിമീ കുസുമോപമ, മാതളനാരകത്തിൻ്റെ പൂവ് പോലെ എൻ്റെ പല്ലുകൾ. ദാഡിമീ കുസുമം എന്ന് പറഞ്ഞാൽ മാതളനാരകത്തിൻ്റെ പൂവ്, അതിന് ഉപമ എന്ന് പറഞ്ഞാൽ അതുപോലെ ചുവന്നിരിക്കും എൻ്റെ പല്ലുകൾ അപ്പോൾ. 40-ാമത്തെ ശ്ലോകം: തതോ മാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. തതോ മാം ദേവതാ സ്വർഗേ, അതുകൊണ്ട് സ്വർഗത്തില് ദേവന്മാരും അതുപോലെ മർത്യലോകേ ച മാനവ, ഈ മനുഷ്യലോകത്തില് മനുഷ്യരും സ്തുവന്തോ, എന്നെ സ്തുതിക്കുമ്പോൾ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം, രക്തദന്തിക എന്ന പേരിൽ എന്നെ സ്തുതിക്കും. ഞാൻ അങ്ങനെ ആ നാമത്തിൽ ഇവിടെ വ്യവഹരിക്കുകയും ചെയ്യും. ഇനി 41-ാമത്തെ ശ്ലോകമാണ്. ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംഭസി മുനിഭിഃ സംസ്മൃതാ ഭൂമൗ സംഭവിഷ്യാമ്യയോനിച. ഭൂയശ്ച ശതവാർഷിക്യാം, വീണ്ടും ശതവാർഷിക്യാം 100 വർഷം കഴിയുമ്പോൾ അനാവൃഷ്ട്യാം അനംഭസി, അനാവൃഷ്ടി അതായത് ഭൂമിയിൽ ജലമില്ലാതെ ഇരിക്കുക. അനംഭസി, അപ്പോൾ ജലമില്ലാത്തത് കൊണ്ട് മഴയില്ലാതെ ഇരിക്കുക, ജലമില്ലാതെ ഇരിക്കുക. അങ്ങനെ ആ 100 വർഷമാകട്ടെ, 100 വർഷം കഴിയുമ്പോൾ ഞാൻ ഭൂമിയിൽ ജനിക്കും. എന്തുകൊണ്ട്?
കാരണം അന്നേരം ആ 100 വർഷം ഇവിടെ അനാവൃഷ്ടിയായിരിക്കും, അനംഭസ്തിയായിരിക്കും, മഴയില്ലാതെയും ഒക്കെ ഭയങ്കരമായ വരൾച്ചയുണ്ടാകും, ജലത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ദൗർലഭ്യമുണ്ടാകുന്ന ഒരു സമയത്ത് മുനിഭി സംസ്തുത ഭൂമൗ, മുനിഭി സംസ്തുത, അപ്പോൾ മുനിമാരെന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക നിമിത്തം ഭൂമൗ സംഭവിഷ്യാമി അയോനിജ, ഞാൻ അയോനിജയായിട്ട്, ദേവി അല്ലെങ്കിൽ തന്നെയും അയോനിജയാണ്, ദേവിക്ക് മാതൃസ്ഥാനവും പിതൃസ്ഥാനവും ഒന്നുമില്ല, ദേവി തന്നെയാണ് സകലത്തിൻ്റെയും മാതാവായും പിതാവായും വർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ അയോനിജയായിട്ട് വീണ്ടും ജനിക്കും, അല്ലെങ്കിൽ അവതരിക്കും, സംഭവിഷ്യാമി, ഞാൻ എത്തിച്ചേരും. 42-ാമത്തെ ശ്ലോകമാണ്. തതഃ ശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മുനയഃ ശതാക്ഷീമിതി മാം തതഃ. തതഃ ശതേന നേത്രാണാം, അപ്പോൾ ഞാൻ എൻ്റെ 100 കണ്ണുകൾ കൊണ്ടും നിരീക്ഷിഷ്യാമി താൻ മുനീൻ, ആ നിരീക്ഷിഷ്യാമി, ഞാൻ അവരെ കടാക്ഷിക്കും, നോക്കും, താൻ മുനീൻ, ആ മുനിമാരെ ഞാൻ പ്രസാദപൂർവം സന്തോഷത്തോടു കൂടി ഞാൻ അവരെ എൻ്റെ 100 കണ്ണുകൾ കൊണ്ട് ഞാൻ കടാക്ഷിക്കും. കീർത്തയിഷ്യന്തി മുനയ ശതാക്ഷീം ഇതി മാം തതഃ. കീർത്തയിഷ്യന്തി മുനയ, അവര് സ്തുതിക്കും, എന്നെ കീർത്തിക്കും. എങ്ങനെ? ശതാക്ഷീം ഇതി മാം തതഃ, ശതാക്ഷിയായ 100 കണ്ണുകളുള്ള അല്ലയോ മാം തതഃ, അല്ലയോ അമ്മേ, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ സ്തുതിക്കും ആ സമയത്ത്. ഇനി അടുത്തത് 43-ാമത്തെ ശ്ലോകമാണ്. തതോഹമഖിലം ലോകമാത്മദേഹ സമുദ്ഭവൈ ഭരിഷ്യാമി സുരാശാകൈ ആവൃഷ്ടേ പ്രാണധാരകൈ. തതോഹമഖിലം ലോകം, തതഃ അഖിലം, അഹം അഖിലം ലോകം ആത്മദേഹ സമുദ്ഭവേ. അങ്ങനെ എൻ്റെ ദേഹത്തിൽ നിന്നും, ആത്മദേഹം എൻ്റെ തന്നെ ദേഹത്തിൽ നിന്നും എന്തു ചെയ്യും? തതഃ അഹം അഖിലം ലോകം, അതിനുശേഷം ഈ ലോകമൊന്നാകെ എൻ്റെ തന്നെ ദേഹത്തിൽ നിന്നും സമുദ്ഭവൈ ഉണ്ടാകും. എന്താ? ഭരിഷ്യാമി സുരാശാകൈ ആവൃഷ്ടേ പ്രാണധാരകൈ. അതായത് എൻ്റെ ദേഹത്തിൽ നിന്ന് തന്നെ ഇവിടെ ചില തളിരുകളൊക്കെ ഞാൻ സൃഷ്ടിക്കും. അങ്ങനെ അത് ഭരിഷ്യാമി സുരാശാകൈ ആവൃഷ്ടേ പ്രാണധാരകൈ, അത് പിന്നീട് വർഷമുണ്ടാകുമ്പോൾ, അതായത് മഴയുണ്ടാകുമ്പോൾ അത് പ്രാണധാരകൈ, പ്രാണധാരങ്ങളായിരിക്കും. അതായത് അത് വീണ്ടും തളിർത്ത് പുഷ്പിച്ച് വീണ്ടും വീണ്ടും പുതിയ സസ്യങ്ങൾക്കുമൊക്കെ, അതായത് വീണ്ടും ഭൂമിദേവി പുഷ്പിണിയാവുമെന്ന് ചുരുക്കം. അടുത്തത് 44-ാമത്തെ ശ്ലോകം. അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ശാകംഭരീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി തത്രൈവച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം. ശാകംഭരീതി വിഖ്യാതിം, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവരെല്ലാവരും എന്നെ ശാകംഭരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കും, സ്തുതിക്കും. ഞാൻ അങ്ങനെ ആ പേരിലാവും അറിയപ്പെടുക, ശാകംഭരി എന്ന പേരിൽ അറിയപ്പെടും. തന്മേ നാമ ഭവിഷ്യതി, ആ നാമത്തിൽ ഞാൻ അറിയപ്പെടും. തത്രൈവ ച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം. ആ അവതാരകാലത്തിൽ ദുർഗമാഖ്യം, ദുർഗമൻ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു ദുഷ്ടനായ മഹാസുരനെ ഞാൻ തത്ര ഏവച വധിഷ്യാമി, ആ അവതാരകാലത്തിൽ ഞാൻ വധിക്കുന്നുണ്ട്. ഇനി 45-ാമത്തെ ശ്ലോകം. ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ. ദുർഗാദേവീതി വിഖ്യാതം, അന്ന് മുതൽ അങ്ങനെ എല്ലാവരും എന്നെ ദുർഗമൻ എന്ന ദുഷ്ടനായ അസുരനെ വധിച്ചതുകൊണ്ട് ദുർഗാദേവി, ദുർഗ എന്ന പേരിൽ ഞാൻ അറിയപ്പെടും. ഇത് വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി, ആ നാമത്തിൽ എല്ലാവരും എന്നെ പൂജിക്കുകയും ചെയ്യും. പിന്നെയോ പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലെ. പുനശ്ച അഹം, വീണ്ടും ഞാൻ എന്തു ചെയ്യും? യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലെ, അതായത്
ഞാൻ ഭീമമായ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിമാചലത്തിൽ ചെന്ന് വസിക്കും ഞാൻ. എന്തിനു വേണ്ടി എന്നാണെങ്കിൽ 46-ാമത്തെ ശ്ലോകം, രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തഥാമാം മുനയഃ സർവേ സ്തോഷ്യന്ത്യാനമ്രമൂർത്തയഃ. രക്ഷാംസി ഭക്ഷയിഷ്യാമി, ഞാൻ എന്തിനാ ഭീമമായ രൂപം ധരിച്ച് അവിടെ പോകുന്നത് ഹിമാചലത്തില്? രാക്ഷസന്മാരെ ഭക്ഷയിഷ്യാമി, ഭക്ഷിച്ച് തീർക്കുന്നതിന് വേണ്ടി, ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് രാക്ഷസന്മാരെ ഭക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ പോയിരിക്കും. കഴിഞ്ഞില്ല, മുനീനാം ത്രാണകാരണാത്, മുനികളെ രക്ഷിക്കുന്നതിനായിട്ടും രാക്ഷസന്മാരെ പിടിച്ച് ഭക്ഷിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിനായി ഞാൻ ഹിമാചലത്തിൽ പോയി ഇരിക്കും. അപ്പോഴോ തഥാമാം മുനയഃ സർവേ സ്തോഷ്യന്ത്യാനമ്രമൂർത്തയഃ, അന്നു മുതൽ മുനികൾ എന്നെ സ്തുതിച്ച് നമസ്കരിച്ച് ജീവിക്കും. എങ്ങനെ? അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, 47-ാമത്തെ ശ്ലോകം, ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി യദാരുണാഖ്യസ്ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി. ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. ആ മുനിമാരൊക്കെ എന്നെ എങ്ങനെയാ സ്തുതിക്കുന്നത്, എങ്ങനെയാ നമസ്കരിക്കുന്നത്? ഭീമാദേവി ഇതി വിഖ്യാതം, ഭീമാദേവി എന്ന പേര് ചൊല്ലി എന്നെ നമസ്കരിക്കും, എന്നെ സ്തുതിക്കും. തന്മേ നാമ ഭവിഷ്യതി, അങ്ങനെ ഞാൻ ആ പേരിലാവും അറിയപ്പെടുക. യദാരുണാഖ്യ ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി. യഥാ അരുണാഖ്യ, അരുണൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു അസുരൻ, ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി, ഈ 3 ലോകങ്ങൾക്കും മഹാ ഉപദ്രവത്തെ ചെയ്തുകൊണ്ട് ആ സമയത്ത് ഒരു അസുരൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി പറയുകയാണ് 48-ാമത്തെ ശ്ലോകം, തദാഹം ഭ്രാമരം രൂപം കൃത്വാ ആസംഖ്യേയ ഷഡ്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം. യദാരുണാഖ്യ ത്രൈലോക്യേ, ഇങ്ങനെ അരുണൻ എന്ന് പേരുള്ളതായിട്ടുള്ള ആ അസുരൻ ഇവിടെ വന്നു കഴിയുമ്പം, തദാഹം ഭ്രാമരം രൂപം, ആ അസുരനെ ഞാൻ ഭ്രാമരം രൂപം, ഒരു വണ്ടായി ചമഞ്ഞ ഒരു വണ്ടിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട്, കൃത്വാ സംഖ്യേയ ഷഡ്പദം, കൃത്വാ അസംഖ്യേയ ഷഡ്പദം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിൻ്റെ രൂപം ചമച്ചിട്ട് അനേകം വണ്ടുകളുടെ അസംഖ്യേയ ഷഡ്പദം അകമ്പടിയോട് കൂടിയിട്ട് ഞാൻ ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം, ഈ 3 ലോകങ്ങളുടെയും രക്ഷയ്ക്കായിക്കൊണ്ട് ആ അസുരനെ ഞാൻ, അരുണൻ എന്ന അസുരനെ ഞാൻ വധിഷ്യാമി, വധിക്കുന്നതായിരിക്കും. ഇനി 49-ാമത്തെ ശ്ലോകമാണ്, ഭ്രാമരീതി ച മാം ലോകാസ്തഥാ സ്തോഷ്യന്തി നിത്യശ, അല്ലെങ്കിൽ സർവത ഇത്തം യഥാ യഥാ ബാധ ദാനവോത്ഥ ഭവിഷ്യതി. ഭ്രാമരീതി ച മാം ലോക, ഭ്രാമരി ഇതി, അതുകൊണ്ട് തന്നെ അതിനുശേഷം ഞാൻ ഭ്രാമരി എന്ന നാമത്തോടുകൂടി, ലോക തഥാ സ്തോഷ്യന്തി നിത്യശ, അവരെന്നെ നിത്യവും ഭ്രാമരി എന്ന പേരിൽ സ്തുതിക്കുവാൻ തുടങ്ങും. ഞാൻ ആ നാമത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങും. അരുണൻ എന്ന മഹാസുരനെ നിഗ്രഹിക്കുന്നത് മുതൽ ഭ്രാമരീദേവിക്ക് നമസ്കാരം എന്ന് ലോകം സ്തുതിക്കും. ഞാൻ ഭ്രാമരീദേവി എന്ന പേരിൽ അറിയപ്പെടുവാനും തുടങ്ങും. ഇത്തം യഥാ യഥാ ബാധ ജഗതോസ്യ ഭവിഷ്യതി, ഇപ്രകാരം ഈ ലോകത്തിൽ, ഈ 3 ലോകങ്ങളിലും എന്തെന്തെല്ലാം ബാധകൾ, യഥാബാധ, എന്തെന്തെല്ലാം ബാധകൾ, ദോഷങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഞാൻ ജഗതോസ്യ ഭവിഷ്യതി, ഈ ജഗത്തിൽ ഞാൻ അവതരിച്ചുകൊണ്ട് വിവിധ രൂപങ്ങളിൽ വന്നുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ രക്ഷ ചെയ്യും. ഇനിയും 50-ാമത്തെ ശ്ലോകം, തഥാവതീര്യാഹം കരിഷ്യാമ്യരി സംശയം. തഥാവതീര്യാഹം അവതീര്യാഹം, അപ്പോഴൊക്കെ, അതായത് എപ്പോഴൊക്കെയാണോ ഈ ലോകത്തിലെ അസുരന്മാർ പലതരത്തിലുള്ള ബാധകളെ, ഉപദ്രവങ്ങളെ വരുത്തുന്നത്, സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നത്, മുനിമാരെ കഷ്ടപ്പെടുത്തുന്നത്, അപ്പോഴൊക്കെ തഥാ അവതീര്യ അഹം, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും, ഈ ഭൂമിയിൽ വരും. എന്തിന്? കരിഷ്യാമി അരിസംശയം, ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനായിക്കൊണ്ട്
ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കും എന്നുകൂടി ദേവന്മാരുടെ സ്തുതിയിൽ പ്രസന്നയായിട്ട് ദേവി ദേവന്മാരോട് അരുളി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ആ ഒരു സ്തുതിക്ക് ശേഷം ദേവിയുടെ ഈ ഒരു ഉറപ്പിന് ശേഷം ദേവി പിന്നീടുള്ള കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള അവതാരങ്ങളുടെ രൂപങ്ങളും പ്രയോജനങ്ങളും ഒക്കെയാണ് ഒരു തരത്തിൽ മുന്നേ കൂട്ടി ദേവന്മാരോട് വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചത്. അതായത് ഒരു തരത്തിലും ദേവന്മാര് ഭയപ്പെടേണ്ട, ലോകവും ഭയപ്പെടേണ്ട, അമ്മയുണ്ട് ലോകത്തെ രക്ഷിക്കുന്നതിനായിട്ടെന്നുള്ള അമ്മയുടെ ആ ഒരു ഉറപ്പാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ദേവിയുടെ കൃപ കൊണ്ട് നമ്മൾ 11-ാമത്തെ അധ്യായം ഒന്ന് വിചാരം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത സത്സംഗത്തിൽ നമ്മൾ 12-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഇന്ന് അമ്മ പറയിപ്പിച്ച എല്ലാ വാക്കുകളും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി, തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമേ എന്ന അപേക്ഷയോടുകൂടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. അഥ 12-ോऽധ്യായഃ. ദേവി ഉവാച ഏഭിസ്തവൈസ്തു മാം നിത്യം സ്തോഷ്യത്തെ യഃ സമാഹിതഃ തസ്യാഹം സകലാ ബാധാ ശമയിഷ്യാമ്യസംശയം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ. ആചാര്യന്മാർ പറയാറുണ്ട്, ഒരു ദശകം അങ്ങനെ വായിച്ച് നിർത്തരുത്. അടുത്ത ഒരു അധ്യായം അങ്ങനെ വായിച്ച് നിർത്തരുത്. അടുത്ത അധ്യായത്തിൻ്റെ ഒരു ശ്ലോകവും കൂടി വായിച്ചു വേണം നിർത്താനെന്ന്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത അധ്യായത്തിൻ്റെ ഒരു ശ്ലോകവും കൂടി വായിച്ചിട്ട് അമ്മയുടെ പാദങ്ങൾ സമർപ്പിച്ചത്. അതായത് നമ്മളിവിടെ നിർത്തുകയല്ല, അമ്മയുടെ കൃപയുണ്ടാകണമേ തുടർന്നും അത് പാരായണം ചെയ്യുവാൻ, പഠിക്കുവാൻ, അറിയുവാൻ എന്നുള്ള ഒരു അപേക്ഷയാണ് അവിടെ. ഹരേ കൃഷ്ണ.